ഹായ് പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോ ഇടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് വ്ലോഗ് എടുക്കാമെന്ന്. ഇന്ന് അടങ്ങിയിരിക്കാമെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം എന്നും ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും കഴിക്കണ്ട. നമുക്ക് അള്ളാഹു എല്ലാ ഭക്ഷണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ കഴിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഓരോ കമ്പനികൾ അത് ഏറ്റെടുത്ത് ലിക്വിഡായിട്ടും പിന്നെ അല്ലെങ്കിൽ ഫേസ് മാസ്ക് ആയിട്ടും വിപണിയിൽ ഇറക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഇതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ പല്ലുകൊണ്ട് കഴിക്കുക, നമ്മൾ ചിന്തിക്കുക. നാച്ചുറലായിട്ട് കിട്ടുന്നത് പിന്നെ ലിക്വിഡ് ഒഴിച്ച് അതിൽ കെമിക്കൽ ചേർത്ത് കിട്ടുന്നതും രണ്ടാണ്. നമ്മുടെ ശരീരം കേടാവും. ഏറ്റവും നല്ലത് പഴവർഗ്ഗങ്ങളൊക്കെ ഫ്രഷായിട്ട് തിന്നുന്നതല്ലേ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഡ്രസ്സ് എടുത്ത് പൈസ കളയുന്നത്? നമ്മൾ വിചാരിക്കണം നമ്മുടെ ഹെൽത്ത് അടിപൊളിയായിട്ടിരിക്കാൻ. അല്ലാതെ കുറേ ഡ്രസ്സും കുറേ ചെരുപ്പുകളും കുറേ മാലകളൊന്നും മേടിച്ചിട്ട് കാര്യമില്ല. നാം തീരുമാനിക്കണം നമ്മുടെ ശരീരത്തിൽ എന്ത് കടത്തിവിടണം, എന്ത് കഴിക്കണം. നമ്മളാകണം മറ്റുള്ളവർക്ക് പ്രചോദനം. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ പോകുന്നത് ഇടിയപ്പം, കടലക്കറി, പഴം. ഇവൻ ഒലിച്ചിട്ടതായിട്ടാ, ഒന്നും പറയണ്ട, ഭയങ്കര ബഹളമാണ്. അതെ, കൂടുതൽ കടല, ഇടിയപ്പം, പിന്നെ എള്ളുണ്ട കേട്ടോ. മാഷാ അല്ലാ, തബാറക്കല്ല. അപ്പം നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചാൽ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടും. അപ്പം എന്താ പറയുക, എല്ലാവരും നല്ല നാച്ചുറൽ ഫുഡ് കഴിക്കുക. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഏത് രീതിയാണ് അത് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. കടലക്കറിയൊക്കെ വെക്കുന്ന രീതി. പലരും പറയും കടല, പയർ, പരിപ്പ് കഴിക്കുമ്പോൾ ഗ്യാസ് കയറുമെന്ന്. ഒരിക്കലും ഇല്ല. കടല, പയർ ഒക്കെ നമ്മൾ മുളപ്പിച്ച് തന്നെ കഴിക്കുക. അതാകുമ്പം കാൽസ്യം ഗുളികയ്ക്ക് സമമാണ്. ഭക്ഷണത്തിൽ നമ്മൾ ഇറച്ചി കൂടുതൽ കഴിക്കുന്നവർ ഒഴിവാക്കുക. ഇറച്ചി അസുഖങ്ങൾ ചെയ്യുന്നത്. ഓക്കെ.